നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 22, 23, 24 തീയതികളിൽ മിഥുനം രാശിക്കാർ അല്പം ശ്രദ്ധിക്കണം. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. വ്യാഴം, ചൊവ്വ, സൂര്യൻ, ചന്ദ്രൻ, ശനി ഇവയെല്ലാം പ്രതികൂലമാണ്, ഡയറക്റ്റ് പ്രതികൂലമാണ്. അനുകൂലമായിട്ട് കാര്യമായിട്ട് ഗ്രഹങ്ങളൊന്നും ഇല്ലതാനും. തീർച്ചയായിട്ടും സർപ്പവും ശിഖിയും അനുകൂലമാണ്, ബുധനും അനുകൂലമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഡിസംബർ 22 രാവിലെ 10:06 AM മുതൽ ഡിസംബർ 24 രാത്രി 7:46 PM വരെയാണ് ഈ ദോഷാധിക്യം നിലനിൽക്കുന്നത്. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഓടിക്കുക, തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, നിയമപരമായ പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ പൊതുവെ ശനിയും വ്യാഴവും തന്നെ ഡയറക്റ്റ് പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ദോഷകരമാണ്. കൂടാതെ സൂര്യനും ചൊവ്വയും നിങ്ങളുടെ 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് വിവേകപൂർവ്വം നമ്മൾ പരിഹരിക്കുക. ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ഒരു ശാരീരിക മാനസിക അസ്വസ്ഥത ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇവിടെ ചന്ദ്രൻ 8ാം ഭാവത്തിൽ അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ അവോയ്ഡ് ചെയ്യുക ഈ ദിവസങ്ങളിൽ. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുക. തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക എല്ലാ ദിവസവും. ഞായറാഴ്ച, തിങ്കളാഴ്ച ഈ ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന് അഥവാ സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. അതുപോലെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്നൊക്കെ ധനപരമൊക്കെ ഉണ്ടാവും. എന്നാലും പൊതുവെ ഇവർക്ക് നല്ല ദിവസങ്ങളല്ല ഈ ദിവസങ്ങൾ. അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ ഈ 22, 23 തീയതികളിൽ രാവിലെ 5:09 AM മുതൽ 5:57 AM വരെയാണ് 22, 23 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. 24-ാം തീയതി രാവിലെ 5:10 AM മുതൽ 5:58 AM വരെയാണ് 24-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ പറ്റുമെങ്കിൽ അതിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഒരു പ്രത്യേക സമയത്ത്, കൃത്യം സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. അതിന് കൃത്യമായിട്ട് ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ ദാനധർമാദികൾ, വലിയ രീതിയിലുള്ള സദ്യയൊന്നും നടത്തണമെന്നില്ല. ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം, നിങ്ങൾ കഴിക്കുന്ന ആഹാരം തന്നെ അതിലൊരു പങ്ക് ഒരാൾക്കെങ്കിലും നമ്മൾ ദാനം നൽകുക, അന്നദാനം. പിന്നെ വസ്ത്രം, അതൊരു തോർത്തുമുണ്ടായാലും മതി. ഓക്കെ,
ടവല് ദാനം ചെയ്യുക. അത് ആയുരാരോഗ്യ സൗഖ്യം കിട്ടാനാണ് ഈ വസ്ത്രം ദാനം ചെയ്യുന്നത്. അന്നദാനം, മഹാദാനം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഈശ്വരന് ഇഷ്ടപ്പെടാത്തതൊന്നും തന്നെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. അതാണ് കർമ്മശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ഉരുവിടണം. അതുപോലെ തന്നെ ക്ഷേത്രം അടഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ശ്യാമളാദണ്ഡകം ചൊല്ലുക. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയം മുഴുവൻ ഏതെങ്കിലും ഒരു മൂലമന്ത്രമെങ്കിലും ചൊല്ലിക്കൊണ്ട് ഇരിക്കുക. അത് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കർമ്മങ്ങളും ചെയ്യണം. എങ്കിലും കർമ്മം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാർത്ഥനാ നിരതരായി കർമ്മ നിരതരാവുക. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ ദോഷാധിക്യം മാറി ഗുണാധിക്യം തന്നെ കിട്ടുന്നതാണ്. ഈ ശീലം നമ്മൾ ഈ ദിവസങ്ങളിൽ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ നമ്മൾ തുടരണം. അതായത് ഉണർന്ന് ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയങ്ങളിലെല്ലാം രാവിലെ 5 മണി തൊട്ട് ഒരു 11 മണി വരെയും വൈകിട്ട് 5 മണി തൊട്ട് 8 മണി വരെയും നമ്മൾ ഒന്നുകിൽ ഓം ഗംഗണപതേ നമ, അല്ലെങ്കിൽ ഓം നമ ശിവായ, അല്ലെങ്കിൽ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ഇത് ഈ മന്ത്രം, അല്ലെങ്കിൽ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ഹ്രൂം നമ പരായ ഗോപ്ത്രേ, ഓം ഭജത് ഭുവേ നമ, ഓം നാഗരാജായ വിദ്മഹി പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത് തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് ജോലി ചെയ്യുമ്പോഴൊക്കെ, കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ ഉരുവിടുക. ക്ഷേത്രം അടഞ്ഞിരിക്കുന്ന സമയത്ത് ശ്യാമളാദണ്ഡകം ചൊല്ലുക. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ അതായത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കർമ്മം ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ കർമ്മങ്ങളും അനുഷ്ഠിക്കുക. അപ്പോൾ ഈ ഒരു ജീവിതചര്യ നമ്മൾ ജീവിതകാലം മുഴുവൻ, ദോഷകാലത്ത് മാത്രമല്ല ഭാഗ്യവർദ്ധനവിന് വേണ്ടി നല്ല കാലത്ത് നമ്മൾ തുടരുക, ജീവിതത്തിൽ പകർത്തുക. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുക്ക് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ മറുപടി പറയുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. പിന്നെ ഈ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന്, ജ്യോതിഷം പറഞ്ഞു തരുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയൊരു പരിപാടിയുണ്ട്, ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആണെങ്കിൽ ഹൈപ്പും ചെയ്യുക. അപ്പോൾ എല്ലാ മിഥുനം രാശിക്കാർക്കും ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.